ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ നിയമസഹായം തേടാൻ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിന് എതിരെയാണ് നീക്കം. സൈഫുന്നിസ അലിയാരുണ്ട് വിശദാംശങ്ങളുമായി. സൈഫുന്നിസ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം തീരുമാനങ്ങൾ എന്നുള്ള വിവാദമാണ് നിലനിന്നതെന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ ഇപ്പോൾ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. നിയമവഴിയെ എത്തരത്തിലാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? സംഗീത, ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രത്തിന് സംസ്ഥാനത്തെ സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നതാണ്. അതിനുശേഷമാണ് ഇത് കേന്ദ്ര സെൻസർ ബോർഡിലേക്ക് അയച്ചത്. കേന്ദ്ര സെൻസർ ബോർഡാണ് ഇതിന് അനുമതി നിഷേധിച്ചത്. പക്ഷെ ഇതിന്റെ കാരണം കൃത്യമായി വ്യക്തമാക്കാതെയാണ് ഇവർ ഇപ്പോഴും തുടരുന്നത്. അതായത് കൃത്യമായി രേഖാമൂലം എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വാക്കാൽ ഇവരെ അറിയിച്ചത് ഈ സിനിമയുടെ പേര് ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ്. അതിലെ സംഭാഷണങ്ങളിൽ നിന്നും ജാനകി എന്നുള്ള പേര് മാറ്റണം, ആ കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റണം എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ നിലപാട്. എന്തായാലും നിർമ്മാതാക്കൾ നാളെ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് വൈകിട്ട് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട നടി അനുപമ പരമേശ്വരനും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇവരുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. എന്തായാലും നിയമ നടപടിയിലേക്ക് JSKയുടെ നിർമ്മാതാക്കൾ മാറുന്നു. നേരത്തെ MB പത്മകുമാറിന്റെ സിനിമ ടോക്കൺ നമ്പർ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഇങ്ങനെ വിവാദമായതിനെ തുടർന്ന് മാറ്റേണ്ടി വന്നിരുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശത്തെ തുടർന്ന് മാറ്റേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതും പിന്നീട് വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും പേര് മാറ്റാനില്ല, നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ JSKയുടെ നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത്. ശരി, സൈഫുന്നിസ അലിയാരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.